പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോമർക്ക് ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല കർത്താവേ, ധന്യമേറിയ നല്ല സമയം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ മിനിറ്റുകൾ അങ്ങയുടെ വചനത്തോട് കൂടെ ചേർന്നിരിക്കുവാൻ പറ്റിയിരിക്കാൻ സ്വർഗത്തിൽ ദൈവം അനുവദിച്ച കൃപകൾക്കായി നന്ദി. ഞങ്ങളോട് അങ്ങ് സംസാരിക്കണം, ബുദ്ധിജനബലമാക്കണം. ഈ ജനത്തോട് ആത്മാവ് ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സത്യവേദ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. റോമർക്ക് ലേഖനം 8-ാം അധ്യായം എൻ്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പൗലോസ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർ. ദൈവമക്കളെ, ദൈവത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ കടമ മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുക. ഈ ലോകത്ത് സ്നേഹങ്ങൾ ഒത്തിരിയുണ്ട്. ആ സ്നേഹങ്ങളുടെ പുറകെ യാത്ര ചെയ്യാനല്ല പൗലോസ് ആവശ്യപ്പെടുന്നത്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അടുത്ത വാക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് നീ, ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നിന്റെ ലൈഫിലുണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങൾക്കും എല്ലാ ഭാരങ്ങൾക്കും ഒരു പ്രതിവിധിയുണ്ട്. ബൈബിൾ ഇങ്ങനെ എഴുതി ശ്രദ്ധിച്ചാട്ടെ: എല്ലാ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരിക്കലും ഒരു കാര്യവും തിന്മയ്ക്ക് വേണ്ടി തമ്പുരാൻ ചെയ്യത്തില്ല, എല്ലാം നന്മയ്ക്ക് വേണ്ടി. നമ്മുടെ ലൈഫിനകത്ത് തിന്മകൾ കടന്നു വരാറുണ്ട്. തിന്മകളുടെ മധ്യേ നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മൾ സങ്കടം വരുമ്പോൾ, നമ്മൾ ഭാരം വരുന്ന സമയത്ത്, വേദനകൾ വരുമ്പോൾ അവയെ നമ്മൾ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആടിയുലഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ ബൈബിൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിൻ്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചായിരുന്നോ? ഈ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോഴാണ് പൗലോസ് വീണ്ടും പറയുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ മറന്നു പോകരുത്, ദൈവം നമുക്ക് അനുകൂലമായ കാര്യമായി ചെയ്യുന്നത്. ശത്രു നമുക്ക് പലപ്പോഴും പ്രതികൂലമായി നിൽക്കാം, പക്ഷെ ദൈവം നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. രോഗങ്ങൾ, ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചേ, വിശുദ്ധ പൗലോസ് വചനം പഠിക്കുന്ന സമയത്ത് മെലിത്താ ദ്വീപിലേക്ക് താൻ കടന്നു ചെന്നു. പക്ഷെ തൻ്റെ ലൈഫിനകത്ത് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. തൻ്റെ കയ്യിൽ അണലി ചുറ്റി. സകല പേരും പറഞ്ഞത് അത് തിന്മയായെന്നാണ് പറഞ്ഞേ. സകല പേരും പൗലോസിനെ അവിടെ നിർത്തി വിധി എഴുതിയ വിധി പൗലോസ് എന്ന് പറഞ്ഞത് കൊലപാതകിയാണ് എന്ന് പറഞ്ഞ് വിധി എഴുതി മാറ്റി നിർത്തി. എന്നാൽ ആ സകല പേരുടെ മധ്യേയും ദൈവം അത് തിരുത്തി കുറിച്ചു. പൈതലേ, ഇന്നീം വരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം നിനക്ക് ചെയ്യുന്ന എല്ലാ കാര്യവും സകലത് നന്മയ്ക്കായിരിക്കാം. പക്ഷെ പൗലോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കയ്യിൽ അല്പസമയം അണലി തൂങ്ങിക്കിടന്നായിരിക്കാം. പക്ഷെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മാറിപ്പോയായിരിക്കാം, കൂടെയുള്ളവരെല്ലാം പരിഹസിച്ചായിരിക്കാം, കൂടെയുള്ളവർ ഒറ്റപ്പെടുത്തിയായിരിക്കാം. പക്ഷെ ആ സമയത്തും പൗലോസിനറിയാം, ഇതെനിക്ക് തിന്മയ്ക്ക് വരത്തില്ല, അത് നന്മയ്ക്കായി. ലോകം പ്രതീക്ഷിച്ചത് തിന്മ സംഭവിക്കുമെന്നാണ്. പൗലോസിൻ്റെ ലൈഫിനകത്ത് തിന്മ വരുമെന്ന് കരുതി അടുത്ത നിമിഷം തിന്മ എന്തോ സംഭവിക്കുക. ജനം ആഗ്രഹിച്ചേ, അവൻ വീർക്കും, ചത്തുപോകും എന്നായിരുന്നു പലരും കരുതിയേ. എന്നാൽ അവിടെ ചാകല്ല നടന്നത്. ചാകടിയന്തരം കാണാൻ ആഗ്രഹിച്ചവരുടെ മധ്യേ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി വന്നു. എന്തോ ആ പ്രവൃത്തി? ദൈവം അനുകൂലമാണെങ്കിൽ ലോകം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് നിന്റെ മേലിൽ പ്രവൃത്തിയുണ്ടെന്ന് പൗലോസ് അവിടെ തെളിയിച്ചു. ഇന്ന് പകൽ നമുക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ, അനുകൂലമായി ക്രിസ്തു നിന്നോട് ഉള്ളിടത്തോളം കാലം, പ്രിയ കുഞ്ഞേ, ഒരിക്കലും തിന്മയ്ക്കായി സംഭവിക്കത്തില്ല, നന്മയ്ക്കായി സംഭവിക്കും. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നീ പരാജയത്തിന് മതിയാണ്, പ്രയാസത്തിന് മതിയാണ്. വിശ്വസിക്കുക, തമ്പുരാൻ നിനക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായി ചെയ്യട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രിയ കർത്താവേ, ഈ വചനം കേട്ട സകല പേർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഏതെങ്കിലും വ്യക്തികൾ ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ തമ്പുരാനെ, അവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണം. കർത്താവ്, തിന്മയ്ക്കല്ല നന്മയ്ക്കായി സംഭവിക്കട്ടെ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ലൈഫിലുണ്ടാകുന്ന ഓരോ കഷ്ടവും ഭാരവും തിന്മയ്ക്കായിട്ടല്ലപ്പാ, നന്മയ്ക്കായി സംഭവിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.
ഗോഡ് ബ്ലസ് യു. നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് തിന്മ കൊണ്ടുവരത്തില്ല, നന്മ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. ഗോഡ് ബ്ലസ് യു. ആമേൻ.